ഇപ്പം നമ്മളിപ്പം കിച്ചൺ റിനോവേഷനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് ഞാൻ പറയാം. ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് എക്സിസ്റ്റിംഗ് നേരത്തെ കിച്ചൺ സ്ലാബൊക്കെ ഉണ്ടായിരുന്നു, കോൺക്രീറ്റ് സ്ലാബൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റി ഹൈറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഫ്ലോർ ടൈൽസ് ഒക്കെ ചേഞ്ച് ചെയ്തായിരുന്നു. ഇവിടെ ഒരു വിൻഡോ ഉണ്ടായിരുന്നു, ആ വിൻഡോ എല്ലാം ക്ലോസ് ചെയ്തു, അതിനെ പ്ലാസ്റ്ററൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ ഒരു സ്റ്റോറേജ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു വിൻഡോ മാത്രമേ കീപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഇവിടെ ഇലക്ട്രിക്കൽ പോയിന്റ്സ് എല്ലാം പുതിയതായിട്ട് തന്നെ ആഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ പോയിന്റ്സും പ്രോപ്പറായിട്ട് പവർ പ്ലഗും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. സീലിംഗിൽ നമ്മൾ സീലിംഗ് ലൈറ്റാണ് കൊടുത്തേക്കുന്നത്, സീലിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരു കാണാൻ കുറച്ചും കൂടെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ലൈറ്റ് കിട്ടാനായിട്ട് ഒരു പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ഇപ്പം ഇലക്ട്രിക്കൽ പോയിന്റ്സ് എല്ലാം വന്നിട്ടുണ്ട്, പ്ലംബിങ്ങിൻ്റെ കണക്ഷൻസ്, പ്ലംബിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് നേരത്തെ പ്യൂരിഫയർ ഇവിടെ അല്ലായിരുന്നു, നേരത്തെ ഇവിടെ ആയിരുന്നു. അപ്പം പ്യൂരിഫയറിനുള്ള പോയിന്റും അതിൻ്റെ വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈനും പോയിന്റും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ മെഷർമെൻറ്റ്സിൽ വളരെ ശ്രദ്ധയോടെയാണ് ഇതിൻ്റെ ഓരോ ഹൈറ്റും എവിടെയൊക്കെ പോയിന്റ്സ് എവിടെയൊക്കെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് ഡ്രോയിങ് ഡിസൈനിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഒരു ടോളിവുഡിനകത്ത് മൈക്രോവേവും ഓവനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള പോയിന്റ്സും അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റെഫ്രിജറേറ്ററിൻ്റെ പോയിന്റ്സ് റെഫ്രിജറേറ്ററിൻ്റെ ബാക്ക് സൈഡ് തന്നെ അത് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു കേബിൾസോ ഒരു വയറോ പുറത്തൊന്നും കാണത്തില്ല. ഇനി നമുക്ക് ചിമ്മിനി ഫിക്സ് ചെയ്യാറുണ്ട്, ചിമ്മിനി ക്ലയൻറ്റ് തന്നെ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പം ക്ലയൻറ്റ് ഒരു ടൂർ പോവുകയാണ്, ടൂർ പോയതിന് ശേഷമായിരിക്കും അവർ ചിമ്മിനി വാങ്ങിച്ച് ഫിക്സ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു പ്ലഗ് പോയിന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കമ്പനിക്കാർ തന്നെ ഫിക്സ് ചെയ്യുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഹോളെല്ലാം ഉണ്ട്, അവർക്ക് എക്സോസ്റ്റ് ചെയ്ത് പോകാം. അപ്പം ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ആംസണിനെ റിനോവേഷൻ സർവീസ് ഏൽപ്പിച്ച് കഴിഞ്ഞാലുള്ളത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ നമ്മൾ ഡിമോളിഷിങ് മുതൽ അതിൻ്റെ ബാക്കിയുള്ള ഡിസൈൻ ആണെങ്കിലും, അതിൻ്റെ ഇലക്ട്രിക്കൽ ഇഷ്യൂ ആണെങ്കിലും, പ്ലംബിംഗ് ആണെങ്കിലും, ഇവൻ ടൈലോ ഗ്രാനൈറ്റോ വോൾ ടൈലോ അല്ലെങ്കിൽ ഫ്ലോറിങ്ങോ അങ്ങനെ ആണെങ്കിലും, വേസ്റ്റ് ആണെങ്കിലും നമ്മളിതെല്ലാം വർക്കെല്ലാം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് ഉണ്ട്, അതിൻ്റെ ക്ലിയറൻസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ വളരെ ശ്രദ്ധയോടെ ചെയ്യും. അതുകൊണ്ട് കസ്റ്റമറിന് കൂടുതൽ ടെൻഷനോ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണോ അല്ലെങ്കിൽ അവർ പലരെയും വിളിച്ച് ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല.